എല്ലാവർക്കും ഹാപ്പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോയ ചങ്ക്സ് വെച്ച് നോൺ വെജിനെ വെല്ലുന്ന ഒരു കിടിലൻ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ റെസിപ്പി. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ ഒരു ബൗൾ ഫുൾ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിർത്തെടുക്കാം. നോർമൽ വാട്ടറാണ്. പാത്രത്തിലേക്ക് ഫുൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോയ ചങ്ക്സ് ആയതുകൊണ്ട് അതിങ്ങനെ പൊങ്ങി വരും. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. സോയ ചങ്ക്സ് എല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് നോർമൽ വാട്ടർ ഒഴിച്ച് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ നിന്ന് വെള്ളം കളഞ്ഞെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് വെള്ളം കളഞ്ഞെടുക്കണം. എല്ലാ സോയ ചങ്ക്സും ഇതുപോലെ പ്രസ് ചെയ്ത് വെള്ളം കളഞ്ഞെടുക്കുന്നുണ്ട്. സോയ ചങ്ക്സ് എല്ലാം വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. സോയ ചങ്ക്സിൽ ആ നനവ് കൊണ്ട് തന്നെ പൊടികളെല്ലാം ഒന്ന് മിക്സായി കിട്ടും. മസാലയെല്ലാം സോയ ചങ്ക്സിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോയ ചങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ മതി. ആ ഓയിലിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിങ്ങനെ ഫ്രൈ ആയിട്ട് കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് സോയ ചങ്ക്സ് കഴിക്കാൻ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒന്നുകൂടെ ഇടാനുള്ള സോയ ചങ്ക്സ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലുള്ള കുറച്ച് ഓയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ അതുകൂടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സോയ ചങ്ക്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാം. അതേ പാനിൽ തന്നെയാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയൊരു പീസ് പട്ട ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ എടുത്താണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും, ഒരു 5 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും, ഒരു 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ആ ഇഞ്ചിയുടെ സ്മെല്ല് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവോള സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെറുതായിട്ടല്ല കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ക്യാപ്സിക്കം കട്ട് ചെയ്ത അതേ സൈസിൽ തന്നെയാണ് സവോളയും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് തക്കാളി വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളി വെന്തിട്ടുണ്ടാവും. അപ്പോൾ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തിക്കായിട്ട് തന്നെ കഴിക്കാം. ഞാനൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ്. 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രേവി ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മസാലയെല്ലാം സോയ ചങ്ക്സിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. സോയ ചങ്ക്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില എൻ്റെ കയ്യിൽ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. മല്ലിയിലൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണം ഉണ്ടാവും ഈ കറിക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.